നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭൻ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിന് പ്രധാന പങ്കുവഹിച്ച ആചാര്യനാണ്. ഭാരതകേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ സ്മാരകം കഴിഞ്ഞ് തണ്ണീർമുക്കം ബണ്ടിലേക്ക് 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽപ്പെടുന്ന തണ്ണീർമുക്കം വില്ലേജിൽ വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് വളരെ പ്രശസ്തമാണ്. 1976 പ്രവർത്തനം തുടങ്ങിയ തണ്ണീർമുക്കം ബണ്ട് കുട്ടനാട് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടാണ് പ്രധാനമായും ഈ ബണ്ട് നിർമ്മിച്ചത്. സാധാരണ ഡിസംബർ മാസത്തിൽ ഈ ബണ്ടിൻ്റെ ഷട്ടറുകൾ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്യും. വേനൽക്കാലത്ത് കുട്ടനാട്ടിൽ കടൽ വെള്ളം കയറി കായലിലെ വെള്ളം കൃഷിക്ക് അനുയോജ്യം അല്ലാത്ത സ്ഥിതിയിൽ ഉപ്പ് കലർന്ന് നെൽകൃഷിയും മറ്റും നശിക്കുക പതിവായിരുന്നു. 1968 ഭാരത സർക്കാർ നദിയിൽ തടയണ കെട്ടി കടൽ വെള്ളം നദിയിലേക്ക് കിടക്കുന്നത് തടയാൻ പദ്ധതിയിട്ടെങ്കിലും അത് യാഥാർത്ഥ്യമായത് 1976 ഇന്ന് ഈ ബണ്ട് മൂലം കർഷകർക്ക് വർഷത്തിൽ 3 കൃഷി ഇറക്കുവാൻ സാധിക്കും. ഈ ബണ്ടിൻ്റെ മുകളിൽ നിന്നുള്ള കായലിലെ കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമാണ്. വിനോദസഞ്ചാരികളെയും കൊണ്ട് ബണ്ടിലെ റിസർവെയറിൽ ഹൗസ് ബോട്ടുകൾ പോകുന്ന കാഴ്ചയും ബണ്ടിൻ്റെ മധ്യഭാഗത്തായി മണ്ണിട്ട് നികത്തിയിരിക്കുന്ന ഭാഗത്ത് ഉള്ള കോഫി ഷോപ്പും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും പിന്നെ യൂസ് പാർലറുകളും അവിടെ ദിനവും കായൽക്കാറ്റേറ്റ് സായാഹ്നം ചിലവഴിക്കാനും സൂര്യാസ്തമയം കാണാനും വരുന്ന നിരവധി സഞ്ചാരികളും എല്ലാം കൊണ്ടും ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ട്. ഇവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരം പോയാൽ വൈക്കം ബോർഡ് ജെട്ടിക്ക് അടുത്തുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിനടുത്ത് എത്താം. വൈക്കത്ത് പഴയ ബോർഡ് ജെട്ടിയിലാണ് മാർച്ച് 9, 1925 വൈക്കം സത്യാഗ്രഹത്തിനു വേണ്ടി മഹാത്മാഗാന്ധി വന്നിറങ്ങിയത്. തൊട്ടുകൂടായ്മയ്ക്കെതിരായി പ്രാദേശികമായി തുടങ്ങിയ പ്രതിഷേധമാണ് പിന്നീട് പ്രക്ഷോഭണമായി വളർന്ന് 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ വരെ ചെന്നെത്തിയത്. വൈക്കം മഹാദേവ അമ്പലമായിരുന്നു പ്രക്ഷോഭണത്തിൻ്റെ പ്രധാന കേന്ദ്രം. അപ്പർ കാസ്റ്റിന് മാത്രം യാത്ര ചെയ്യാൻ അനുവാദമുണ്ടായിരുന്ന അമ്പലത്തിലേക്കുള്ള വഴിയിൽ ലോവർ കാസ്റ്റിൽപ്പെട്ടവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് അന്ന് സ്ഥാപിച്ചിരുന്നു.
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സ്മരണാർത്ഥം പണിതിരിക്കുന്ന ഗാന്ധി മ്യൂസിയത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെയും സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പല ചരിത്ര സംഭവങ്ങളെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജെട്ടിക്ക് നേരെ കിടക്കുന്ന റോഡിൻ്റെ സൈഡിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വൈക്കം സത്യാഗ്രഹ സ്മൃതി ശില്പ ഉദ്യാനവും വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ വരുന്നവരെ കൊണ്ട് നിറയും. KTDSയുടെ വീൽസ് റെസ്റ്റോറൻറ്റും നിരവധി ശില്പങ്ങളും വിളക്കുകളുമെല്ലാം കായലിൻ്റെ സൈഡിലായി സ്ഥാപിച്ച് വളരെ മനോഹരമായാണ് ഈ ഉദ്യാനം സംരക്ഷിച്ചിരിക്കുന്നത്. ഈ ഉദ്യാനത്തിൽ നിന്നുള്ള കായലിൻ്റെയും സൂര്യാസ്തമയത്തിൻ്റെയും കാഴ്ച അതിമനോഹരമാണ്.